അപ്പം അതിലാണ് നമ്മള് എത്രമാത്രം നമ്മൾ സ്കോർ ചെയ്യുന്നു, എത്രമാത്രം അതിനനുസരിച്ചാണ് നമ്മുടെ റാങ്കും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അതില് 4 GS പേപ്പറുകളാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഇൻഫർമേഷൻ ആണ്, യൂട്യൂബിൽ തപ്പിയാൽ കിട്ടാവുന്ന ഇൻഫർമേഷൻ ആണ്, അല്ലാതെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. 4 GS പേപ്പേഴ്സ് ഉള്ളത്. GS1, GS2, GS3, GS4. GS1 എന്ന് പറയുന്നതിൽ പൊതുവെ വരുന്ന പേപ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഹിസ്റ്ററി വരും, സൊസൈറ്റി വരും, അതുപോലെ തന്നെ കൂടെ വരുന്ന ഒന്നാണ് ജിയോഗ്രഫി. ഇങ്ങനെ 3 പേപ്പർ മെയിൻലി ഞാൻ പറയണത് ജിയോഗ്രഫി, ഹിസ്റ്ററി, സൊസൈറ്റി. GS2 വരുന്നത് പൊളിറ്റിക്കൽ സയൻസ്, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. GS3 വരുന്നത് ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്, എൻവിയോൺമെന്റ്, സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. GS4 വരുന്നത് എത്തിക്സ് പേപ്പറാണ്. ഇത് എല്ലാവർക്കും സെയിം ആയിരിക്കും, ഈ പേപ്പർ എല്ലാവർക്കും സെയിം ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി വരുന്ന പേപ്പറിലാണ് നമുക്ക് കുറച്ചും കൂടി ഇത് വരുന്നത്. 2 ഓപ്ഷണൽ പേപ്പറും കൂടി ഉണ്ടായിരിക്കും. 2 ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ 1 മിനിറ്റ്. 2 ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്ട് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഓപ്ഷണൽ പേപ്പർ UPSC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററി പഠിച്ചത് കൊണ്ട് ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോയി എന്നേ ഉള്ളൂ. അപ്പം ഹിസ്റ്ററി പഠിച്ച ഒരാൾക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ എടുക്കാം, വേറെ ഏതെങ്കിലും സബ്ജക്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ ഇപ്പം കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ടോപ്പ് സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ സോഷ്യോളജിയോ ആന്ത്രപ്പോളജിയോ അതിലേക്കാ പോകുന്നത്. കാരണം സിലബസ് കുറവാണ്, മാർക്ക് കുറച്ചും കൂടി സ്കോറിംഗ് ബെറ്റർ സ്കോറിംഗ് കൂടെയാണ്. ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യ പഠിക്കേണ്ടി വരും, മെഡീവൽ ഇന്ത്യ പഠിക്കേണ്ടി വരും, മോഡേൺ ഇന്ത്യ പഠിക്കേണ്ടി വരും, വേൾഡ് ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. ഈ 4 ഹിസ്റ്ററി പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം അതാണ് അതിന്റെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ ഒന്നിനെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്, അതിന് മെറ്റീരിയൽസ് അവൈലബിലിറ്റി ആണ്, അതിന് നിങ്ങൾക്ക് കിട്ടുന്ന മെന്റേഴ്സ് ആണ്. ഈ 3-4 ഫാക്ടേഴ്സ് നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം ഓപ്ഷണൽ പേപ്പേഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഹിസ്റ്ററി എടുത്ത കാരണത്താൽ ഞാൻ കരോൾ ബാഗിൽ പോയിട്ട് ജോയിൻ ചെയ്ത സമയത്ത് അവിടെ പോയിട്ട് ഹിസ്റ്ററി ഓപ്ഷനിൽ ജോയിൻ ചെയ്തു. അവിടെ തന്നെ GS ക്ലാസ് എടുത്തു. എന്റെ ഒരു റൂട്ടീൻ എന്താന്ന് വെച്ചാൽ രാവിലെ വരെ ക്ലാസ്സിൽ പങ്കെടുക്കും. അന്ന് അറ്റൻഡൻസ് നിർബന്ധമായിരുന്നില്ല. ജാമ്യയിൽ ഇപ്പോൾ അറ്റൻഡൻസ് നിർബന്ധമാണോ എന്നല്ല, ഞങ്ങൾ ലാസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. അപ്പം അന്ന് 75% അറ്റൻഡൻസ് അവസാനം നിർബന്ധമാക്കി. പക്ഷെ എനിക്ക് ആകെ 27-25% എന്തോ അറ്റൻഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ക്ലാസ്സിൽ മാത്രം പങ്കെടുത്തുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഒരുപാട് കട്ട് ചെയ്ത കാരണത്താലാണ് 25% വന്നത്. പിന്നെ അവസാനം അന്ന് വന്ന ബഹുഗുണ സാർ, അങ്ങനെ ഒരുപാട് സാറുമാരെക്കാളും കൈയൊക്കെ പിടിച്ചിട്ടാണ് ഒരു 40% എന്ന അവസാനം ഞങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കയ്യിൽ തന്നത്. ഇപ്പൊ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അറ്റൻഡൻസ് കമ്പൽസറി ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ വർഷം അവർ അറ്റൻഡൻസ് കമ്പൽസറി ആക്കാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ വരെ ക്ലാസ്സിൽ നല്ല ക്ലാസ്സിൽ മാത്രം പോകും, നല്ല സാറുമാരെ ക്ലാസ്സിൽ മാത്രമേ ഇരിക്കും. ബാക്കിയുള്ള ക്ലാസ്സെല്ലാം കട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എന്റെ അവിടെ ക്ലാസ് തുടങ്ങുക 2 മണിക്ക് തുടങ്ങും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 12 മണിക്ക് ആവുന്ന സമയത്ത് തന്നെ മെട്രോ കയറി പോകും. സുഖദേവ് വിഹാറിന്നോ ഓക്ലൈന്നോ അല്ലെങ്കിൽ ജാമിയന്റെ മെട്രോ സ്റ്റേഷനിൽ കയറി പോയിട്ട് 1.5 മണിക്കൂർ എടുക്കും. ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് ബോട്ടാണിക്കൽ ഗാർഡനിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ട് പിന്നെ കരോൾ ബാഗിൽ പോയി ഇറങ്ങാറാ മതി. കാരണം ഒറ്റ ലൈൻ മാറിയാൽ മതി എന്നുള്ള, അല്ലെങ്കിൽ ഹൗസ് കാസ്റ്റ് പോകണം, അങ്ങനെ മാറി കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ കരോൾ ബാഗിൽ ഇറങ്ങി അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കരോൾ ബാഗിൽ ശോകമൂഖമായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് എനിക്ക് അവിടെ തന്നെ നിർദ്ദേശം, നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കും വായിക്കരുത് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ റിയാലിറ്റി വരുന്നത്, ഞാൻ ആദ്യത്തെ പ്രിലിംസ് പൊട്ടലോട് കൂടി എനിക്ക് കാര്യം കുറച്ച് ക്ലിയർ ആയി. ഞാൻ ഇത് ചെയ്ത എല്ലാ ഇന്റർവ്യൂവും എനിക്ക് ഒരു ഫെയിലിയർ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനുശേഷമാണ് ഞാൻ അപ്പോഴത്തേക്കും അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റുന്നത്. അപ്പൊ ഈ സമയത്താണ് ഞാൻ ജാമ്യയിൽ ഉണ്ടാക്കിയെടുത്ത RCAയിൽ ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്സ് എന്നെ കൂടുതൽ സഹായിക്കുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഷെഹൻഷാ, അതുപോലെ തന്നെ റോഷൻ, അസീം, ഇവരടങ്ങുന്ന ടീംസ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരും അന്ന് CAA പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർക്ക് തോന്നി ഇനി കൂടുതൽ അവിടെ നിൽക്കുന്ന അത്രയും സേഫ് അല്ല എന്ന് കണ്ട കാരണത്താലാണ് അവര് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അവരും ഷിഫ്റ്റ് ചെയ്യണത്. അപ്പൊ സെയിം ടൈമിൽ ഞാനും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവരെ കൂടെയാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ റൂംമേറ്റുകൾ പലരും സർവീസ് കയറിപ്പോയി. ഷെഹൻഷാ ഇപ്പോ കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ്.
അങ്ങനെ പലരും സർവീസിലേക്ക് കയറിപ്പോയി. ബട്ട് സ്റ്റിൽ എനിക്ക് എന്ത് എടുക്കേണ്ടി വന്നു? 1, 2, 3 അറ്റംപ്റ്റുകൾ എടുക്കേണ്ടി വന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്റെ സർവീസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്റെ ശരിയായ ആഗ്രഹങ്ങൾ എന്ന്. പലപ്പോഴും നമ്മൾ സിവിൽ സർവീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒറ്റ സർവീസ് മാത്രമേ കേൾക്കുള്ളൂ. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ള സാധനത്തെ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അല്ലെങ്കിൽ IPS. മോർ ഓവർ അതിനപ്പുറത്തേക്ക് നമ്മൾ കേൾക്കൽ വളരെ കുറവാണ്. പൊതുവെ വരുന്ന ഞാൻ കോമൺ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന് ശേഷമാണ് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജലീൽ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക്, അവന്റെ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നുള്ളത്. അപ്പൊ അവൻ അതിലേക്ക് എത്തിപ്പെടുന്നു, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നു. സ്റ്റിൽ ഞാനിപ്പോ കറന്റ്ലി ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സ്റ്റഡീസിൽ ഞാനുണ്ട്. JNUവിന്റെ തൊട്ടപ്പുറത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ ഡിസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്കുള്ള എന്റെ ചുവടുമാറ്റം എന്ന് പറയുന്നത്. കാരണം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ ഇതിലെ സിവിൽ സർവീസ് എല്ലാ സർവീസിനും ഒരുപോലെ നിങ്ങൾക്ക് നേഷനെയോ ജനങ്ങളെയോ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ആണ്. പക്ഷെ ഞാൻ അറിയാത്തത് കൊണ്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കളക്ടർ മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആവാൻ പറ്റുന്ന പോസ്റ്റിൽ പെട്ടതാണ്. പോലീസ് സർവീസ് ആണ് നിങ്ങൾ ACP മുതൽ DG IG ലെവൽ വരെ, നിങ്ങൾ DIG IG ലെവൽ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സർവീസ് ആണ്. ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് പഠിക്കുന്നു. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും കാലം ഞാൻ ഔട്ട്സൈഡർ ആയിരുന്നു. എനിക്ക് ഔട്ട്സൈഡർ ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഇൻസൈഡർ ആയിട്ട് പറയാൻ പറ്റും. ഈ സർവീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് തുറകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. നിങ്ങളെ വായിക്കാൻ വേണ്ടി ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർവീസാണ്. നിങ്ങൾ എത്രമാത്രം പേഴ്സണലി എൻറിച്ച് ആവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർവീസാണ്. നിങ്ങൾക്ക് എത്ര കൺട്രികൾ വേണമെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളെടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സർവീസാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് UN റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള രുചിറ കമ്പോജ് ആയിരുന്നു. രുചിറ ആദ്യത്തെ വിമൺ IFS ഓഫീസറാണ്. അവരായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയത്. അപ്പൊ ഇന്ത്യയെ പലപ്പോഴും പ്രതിനിധീകരിച്ച് സംസാരിച്ച രുചിറ കമ്പോജ്, അശോക് കുമാർ കെംകെ, ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളാണ് വന്നത്. ഞങ്ങളുടെ സെഷൻ എന്ന് പറയുന്നത് ഫോറിൻ സെക്രട്ടറിയുമായിരുന്നു. രണ്ടാമത്തെ ഞങ്ങളുടെ സെഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ സെഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ടായിരുന്നു ഞങ്ങളുടെ സെഷൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങളുടെ ഡീൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പുള്ളി ക്രൊയേഷ്യയിലെ അംബാസഡർ ആയിരുന്നു. ക്രൊയേഷ്യയിലെ അംബാസഡർ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇപ്പൊ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്നത്, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. എങ്ങാനും പുള്ളിക്കാരൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ അദ്ദേഹം എന്തായാലും ഇന്ത്യയിലേക്ക് വരും. അപ്പൊ പക്ഷേ അതെന്താ അങ്ങനെ വരാനുള്ള കാരണം? പുള്ളി പറയും, ഇപ്പോഴത്തെ അംബാസഡർ കാരണത്താലല്ല അയാൾ ഇങ്ങോട്ട് വരുന്നത്, പകരം എന്റെ ഫ്രണ്ട്ഷിപ്പ് കാരണത്താലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അത് കാണിക്കുന്നുണ്ട് ഈ സർവീസ് ഏത് ലെവലിലാണ് കാര്യങ്ങൾ എൻഗേജ്മെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇതിലിടയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഇതിലുടനീളം ഇപ്പം ആണവ കരാർ, നമ്മുടെ 2008 അമേരിക്കയുമായി നടത്തിയ ആണവ കരാറ് അത് കൊണ്ടുവരുന്നതിൽ ഇതിലെല്ലാം ഈ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ റോൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ സ്പെക്ട്രം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജിക്കൽ റവല്യൂഷൻ കൊണ്ടുവരുന്നതിലെല്ലാം ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് WTO അടക്കമുള്ള എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചാൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഡിപ്ലോമാറ്റിക് സ്കില്ല് കാണിക്കുന്ന സർവീസിലുള്ളവരായിരുന്നു ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. ഇതാണ് ആ സർവീസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇതും അല്ലാത്ത ഒരുപാട് സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ മെയിൻസ് എഴുതി ഇന്റർവ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയി. ഇന്റർവ്യൂവിൽ എത്തി അല്ലെങ്കിൽ ഇന്റർവ്യൂ വരെ എത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്റർവ്യൂ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് സർവീസ് അലോക്കേഷൻ നടക്കുകയുള്ളൂ. അത് സ്റ്റിൽ അതിലെ റാങ്കുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ കാഡറുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പൊ ഇതാണ് ആ ഒരു ഇതിലുള്ള ജേണി എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം അറൗണ്ട് 3 അറ്റംപ്റ്റുകളാണ് മൂന്ന് തവണയാണ് ഇന്റർവ്യൂവിലൂടെ പോയത്. മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് സർവീസിലേക്ക് എത്തുന്നത്. അപ്പം ഇതാണ് ആ ജേണി എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സർ, ഡൗട്ട് സെഷൻസ് നെക്സ്റ്റ് ഡേ ലാസ്റ്റ് വെച്ചേക്കാണ്. ഇപ്പൊ ഡൗട്ട്സ് ഒന്നും അങ്ങനത്തെ സെഷൻ പ്ലാൻ ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. Thank you so much. Okay, thank you sir. Thank you for your valuable time, and this was such a cool, friendly session. Thank you sir. Thank you so much. Okay, thank you.
Hope you all have enjoyed the session. So for next, it will be Kabir sir. Okay. Kabir sir. Yeah, Okay. please. Okay. Kabir sir, he is the Admin Associate UNICEF India and CSP Cox Scholar. He is alumni of TISS Mumbai. So let's invite him. He is the one from TISS Roots to UNICEF Heights. So let me invite Kabir sir onto this. Welcome sir, welcome once again. Thank you, Rizwana, and thank you, Menda, for this opportunity. And I'm very happy to be part of it. എൻ്റെ ജേണി ഞാൻ ഷുഹൈബിനോട് സംസാരിക്കുമായിരുന്നു, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്തിനെ കുറിച്ചാണ്. അപ്പോൾ അവൻ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിങ്ങളുടെ ജേണി അത് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരുടെ ജേണി അത് ഒരുപാടുണ്ടാവും, എന്നാലും ഞാൻ ചുരുക്കി എൻ്റെ ആ ഒരു ജേണി എന്ന് പറയാം. ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, ഗ്രാജുവേഷൻ സോഷ്യൽ വർക്കാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യൽ വർക്കാണ്. അപ്പോൾ എൻ്റെ ജേണി തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സെയിൻറ്റ് അലോഷ്യസ് മംഗലാപുരത്ത്, അത് ഇപ്പോൾ ഫസിൽ ഏതായാലും ഒരു സിവിൽ സർവൻ്റ് പറഞ്ഞ കഥ ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ സംസാരിക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പം അന്നത്തെ ഫിസിക്സ് സർ ഉണ്ട്, റോബിൻ സർ. അപ്പം അന്ന് നമ്മളോട് ചോദിച്ചു എന്താ നിങ്ങൾക്കൊക്കെ ആവണ്ടേന്ന്. അന്ന് തലേ ദിവസം നമ്മൾ ദി കിങ് മൂവി, അതിൽ മമ്മൂട്ടിയുടെ ഒക്കെ എൻട്രിയും ഇതൊക്കെ കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടും നല്ലൊരു ഇതായിട്ട് നമ്മൾ നിൽക്കുമല്ലോ, കളക്ടർ ആയാൽ ഉള്ള പവറും അത് കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ആ മൂവിയിൽ കാണുന്ന ഒരു ഹൈപ്പ് ഉണ്ടാവും. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സാറ് ക്ലാസ്സിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുമായിരുന്നു എന്താവണ്ടേ. അന്ന് ദൂരദർശനിലാണ് ആ സിനിമ ഒക്കെ വന്നത്. അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞു മമ്മൂട്ടിയുടെ ആ ഒരു ഹാങ് ഓവർ പോവാത്തത് കൊണ്ട്. പണ്ട് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് അത്ര ടൈം സ്പെൻഡ് ചെയ്ത് കാണും, ഇന്ന് മൊബൈലിൽ കാണുന്ന പോലെ ഫോർവേഡ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ ഓരോ സീനും ഇത്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിവിൽ സർവൻ്റ് ആവണമെന്ന്. അപ്പോൾ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കളക്ടർ ആവണം. നമുക്കിങ്ങനെ പറയാൻ കളക്ടർ. അപ്പോൾ എന്നോട് മാഷ് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, കളക്ടർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ മാഷ് തന്നെ പറഞ്ഞു ഒരു ഗ്രാജുവേഷൻ എടുക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി നിനക്ക് വഴി കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് എല്ലാവരും 10th കഴിഞ്ഞോ 8th കഴിഞ്ഞോ നേരെ ദുബായ് പോവുക, 4 കാശ് സമ്പാദിക്കുക, നാട്ടിൽ വരിക, അങ്ങനെ പോവാന്നുള്ള, അതായത് കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായിട്ട് ലൈഫ് ആ ഒരു വെരി മൊണോട്ടോണസ് ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇപ്പോഴും ആൾക്കാർ ദുബായ് മാത്രമായിട്ട് കാണുന്ന ഒരു ഇതാണ്. അങ്ങനെ ഞാൻ +2 അതേ സ്കൂളിൽ പഠിച്ച് മംഗലാപുരത്ത് അലോഷ്യസിൽ BA പൊളിറ്റിക്കൽ സയൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. BA പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാൻ കാരണം തന്നെ സിവിൽ സർവീസ് മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത് കൊണ്ടും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷേ മംഗലാപുരത്ത് എത്തിയപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ എല്ലാ കോഴ്സിനേക്കാളും ഒരു ഡിഫറൻ്റ് ആയിട്ട് BSW എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ബാക്കിയെല്ലാം BA ഇൻ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എന്ന് കാണുമ്പോൾ ഒരു BSW ഏതായാലും ഒരു ഡിഗ്രി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ BSWക്ക് ജോയിൻ ചെയ്യുന്നത്, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്. അപ്പോഴാണ് ഞാൻ കൂടുതലും കമ്മ്യൂണിറ്റി ആൾക്കാരുടെ കൂടെ ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാനും, അവിടെ ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടോ. ബങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫിഷറീസ് കമ്മ്യൂണിറ്റീൻ്റെ കൂടെ രാവിലെ ഒക്കെ പോയിട്ട് അവർ മീൻ പിടിക്കുന്ന ഷൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സോഷ്യൽ വർക്ക് എടുത്തുകൊണ്ട് എനിക്ക് വേറൊരു ഉപകാരം ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കി കൂട്ടുകാർ കാസർഗോഡ് നിന്ന് വരുന്നവരെക്കാളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റി, കന്നഡ. കാരണം നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് കുട്ടികളോട് അംഗൻവാടിയിലെ സ്കൂളിൽ പോയിട്ട് 1 വർഷം അംഗൻവാടിയിലുണ്ടായിരുന്നു, 1 വർഷം അവിടുത്തെ ഭയങ്കര സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റിയിൽ വിമൻസിൻ്റെ കൂടെ SHGൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് ഭാഷ ഇച്ചിരി കന്നഡ ഇതാണെങ്കിലും കന്നഡ അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ തുളു മനസ്സിലാക്കാനും കന്നഡ സംസാരിക്കാനും തുടങ്ങി. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫൈനലി നമുക്കറിയില്ല ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യത്തെ സോഷ്യൽ സയൻസ് സോഷ്യൽ വർക്ക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ. അത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവിടെ എങ്ങനെ എത്തിപ്പെടണം, എങ്ങനെ കയറണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കെവിൻ എന്ന് പറയുന്നത്. മൂപ്പര് വന്നിട്ട് പറഞ്ഞ് സോഷ്യൽ വർക്ക് അല്ല, ഇനി എന്താണ് ടിസ്സിൽ അപ്പ് ചെയ്യാത്ത, ഞങ്ങളൊക്കെ അപ്പ് ചെയ്തല്ലോ എന്ന് വെച്ചു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. ഭാഗ്യത്തിന് എന്തോ അന്നാണ് ആ ഒരു അതിൻ്റെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു വീക്ക് കിട്ടുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ എൻ്റെ ഇംഗ്ലീഷൊന്നും ഒട്ടും പോരായിരുന്നു, എഴുത്തിലായാലും സംസാരത്തിലായാലും. കന്നഡ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇവിടെ പോയിട്ട്, കന്നഡയും ഹിന്ദിയും. ഇംഗ്ലീഷൊന്നും അത്ര പോരായിരുന്നു. കഷ്ടിച്ചാണ് ഇംഗ്ലീഷിലൊക്കെ ആ സമയത്ത് ഞാൻ ഗ്രാജുവേഷൻ ഓരോ സെമസ്റ്ററും പാസ്സാവുന്നത്. അങ്ങനെ അവൻ ഇരുന്ന് എഴുതി നമ്മളെ കൂടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നോക്കുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ടിസ്സിൽ 9 സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഞാൻ ഏതെടുക്കണമെന്ന് വിചാരിക്കാം, കമ്മ്യൂണിറ്റി ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ക്രിമിനോളജി എന്ന ഒരു സംഭവം അതിൽ കണ്ട് സ്പെഷ്യലൈസേഷൻ. അങ്ങനെയാണ് ഞാൻ സ്പെഷ്യലൈസേഷനായിട്ട് ക്രിമിനോളജി അതിലെടുക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു ഭാഗ്യം എന്ന് പറയാൻ അവരാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തതും. അങ്ങനെ ഞങ്ങൾ 12 പേരാണ് കോളേജിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അവിടെ പോയത്. അങ്ങനെ പോകുമ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്കറിയില്ല എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്.
അവരൊക്കെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. വലിയ UGC നെറ്റിൻ്റെ ഒക്കെ ബുക്ക് എടുത്തിട്ട് ട്രെയിനിലൊക്കെ ഭയങ്കര ചർച്ചകളായിരുന്നു. പക്ഷേ വിത്ത് അള്ളാൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെന്നും തോന്നുന്നു. ആ 12 പേരിൽ ആകെ ഒരാൾക്ക് മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളൂ എക്സാം കഴിഞ്ഞിട്ട്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് എനിക്ക് ആ സമയത്ത് 2 ഭാഗത്തുനിന്ന് എനിക്ക് കോൾ വന്നു. ഒന്ന് ടിസ്സെന്നും ഒന്ന് IIT ഗാന്ധിനഗറിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആദ്യമായിട്ട് ആ വർഷമാണ് അത് തുടങ്ങുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞാൻ വേണ്ടാന്ന് വെച്ചു IIT ഗാന്ധിനഗർ. പക്ഷേ ഞാൻ ടിസ്സിൽ ജോയിൻ ചെയ്തു. കാരണം എന്നോട് അന്ന് ആ സമയത്ത് അവിടെ നിന്ന് ഞാൻ ക്യാമ്പസ് കണ്ട ചില സീനിയേഴ്സൊക്കെ ആ ക്യാമ്പസിനെ കുറിച്ച് പറയുന്നതും പിന്നെ ആ ക്യാമ്പസിൻ്റെ റിച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും ആ ക്യാമ്പസിൽ പോകുമ്പോൾ തന്നെ അറിയാം. മുംബൈ ക്യാമ്പസിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ആ ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ഹോംലി ഫീലാണ് അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ. പിന്നെ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കാണും. പുതിയ ക്യാമ്പസ് അല്ല, ഞാൻ ഓൾഡ് ക്യാമ്പസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു ക്യാമ്പസ്. അങ്ങനെ കുറച്ച് സീനിയേഴ്സിനൊക്കെ നമ്മൾ പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ നമ്മളവിടെ ഞാൻ ഇൻ്റർവ്യൂ റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ ചില സീനിയേഴ്സൊക്കെ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയും. അതിലൊരു സീനിയർ എന്ന് പറയുന്നത് റോസ്, നമ്മളെ സുള്ളിയ അങ്ങോട്ടൊന്ന് വരുന്ന ഒരു മലയാളി തന്നെയാണ്. പക്ഷേ അവരൊക്കെ വന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന അവരൊക്കെ വന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നല്ല ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ടിസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവൻറ്റുമായി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല, സിവിൽ സർവൻറ്റും കൂടി ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് സ്വപ്നമായിട്ടാണ് മുംബൈക്ക് കയറിയത്. എല്ലാവരും ഡൽഹിക്ക് കയറുമ്പോൾ ഞാൻ മുംബൈ കയറി. പക്ഷേ ലൈഫിൽ എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ടിസ്സി കയറിയപ്പോൾ എനിക്ക് തോന്നി സിവിൽ സർവീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, എൻ്റെ കപ്പ് ഓഫ് ടീ വേറെ ആയിരിക്കാം. അങ്ങനെ സിവിൽ സർവ് എന്ന മോഹം സൈഡാക്കിയിട്ട് ഞാൻ അവിടെ സോഷ്യൽ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സ്പോഷർ ഉണ്ട്. ടിസ്സിൻ്റെ ഞാൻ ഒരുപാട് എൻ്റെ കൊളീഗ്സിനെയും വേറെ സ്കൂൾ എക്സൈസസും അവിടെ റോഷ്നി നിലയ പിന്നെ അങ്ങനെ ഒരുപാട് കോളേജിൽ പഠിച്ച സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ടിസ്സിനെ ഒരു സ്റ്റാൻഡ് അലോൺ ആക്കി മാറ്റുന്ന, ഒരു ഡിഫറൻ്റ് ആക്കി മാറ്റുന്ന എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അതായത് ഞങ്ങളിപ്പോൾ അമരാവതി റീജിയനിൽ ഞങ്ങൾ അവിടെ ഒരു ബ്ലോക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടി ഞാൻ സെക്കൻഡ് ഇയർ ഉണ്ടാകും. ഞങ്ങൾ സെക്കൻഡ് ഇയർ അല്ല ഫസ്റ്റ് ഇയർ എൻഡായപ്പോൾ ഒരു ഏപ്രിൽ ഒരു നല്ല ചൂടുള്ള സമയത്ത് അവിടെയൊക്കെ പുറത്ത് രാവിലെ ഇറങ്ങിയ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ബോഡി പോകും. അത്രയ്ക്കും വെള്ളം കുടിക്കേണ്ട ഒക്കെ സമയമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വിട്ടു, നിങ്ങളവിടെ പോയിട്ട് ഇന്ന് എൻജോയ് ആണ് നിങ്ങളുടെ സംഭവം, നിങ്ങളവിടെ പോയിട്ട് വർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ള ടിസ്സെന്ന്. ഒരു പ്രൊഫസറോ ഒരു ടീച്ചറോ വരുന്നില്ല. പക്ഷെ ഞാൻ അതേ സമയത്ത് വേറെ സ്കൂളിലൊക്കെ കണ്ടത് അവിടെ ടീച്ചേഴ്സും പ്രൊഫസറും ഒക്കെ പോയിട്ട് ഒരു മാസം അവിടെ ക്യാമ്പ് ചെയ്ത് അങ്ങനെയുള്ള ഒരു ക്യാമ്പിങ് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അവിടെ മറാത്തി അറിയാത്തവരോട് ഹിന്ദി അറിയില്ല, അവർക്ക് പലർക്ക് ചിലപ്പോൾ ഹിന്ദി സംസാരിക്കില്ല, റൂറൽ മഹാരാഷ്ട്രയിൽ അവിടെ പോയിട്ട് അത്യാവശ്യം മറാഠിയൊക്കെ മനസ്സിലാക്കി ഹിന്ദിയിലൊക്കെ സംസാരിച്ച് നമ്മൾ ഒരു മാസം അവിടെ നിൽക്കണം. അപ്പോൾ ടിസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നമ്മളെക്കാളും ട്രസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവിടുത്തെ ഫാക്കൽറ്റി നമ്മളിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും നമ്മൾ പോയാൽ ഇത് നടക്കുമോ, പക്ഷേ ഫാക്കൽറ്റിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്. ഇവൻ പോയിട്ട് ഒരാഴ്ച ഫെയിലാവും, സെക്കൻഡ് വീക്ക് ഫെയിലാവും, പക്ഷേ തേർഡ് വീക്ക് മുതൽ അവന് കോപ്പപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രിസണിൽ, ഞാൻ സെക്കൻഡ് ഇയറിൽ ഉണ്ടാകുമ്പോഴും പ്രിസണിലായിരുന്നു, താനെ സെൻട്രൽ പ്രിസണിലായിരുന്നു ഫീൽഡ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴും നമ്മൾ തനിയെ അവരൊന്ന് കോളേജിൽ നിന്ന് തരുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിന് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ആ ലെറ്ററും കൊണ്ട് നമ്മൾ പോവും, ജയിലിൻ്റെ ഉള്ളിൽ കയറും. ആദ്യമായിട്ട് ഞാൻ ജയിലിൽ കയറുന്നത് ഒരു ലെറ്റർ, കോളേജിൻ്റെ ലെറ്ററും പിടിച്ചിട്ട് ജയിലിൽ കയറുക. അത് കുറ്റം ചെയ്തതെന്നല്ല, ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട. അപ്പോൾ ടിസ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പല രീതിയിലുള്ള എക്സ്പോഷറും നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഐഡിയ തോട്ട്സ്, നമ്മളൊരു എന്താ പറയുക, നമ്മളെ ഫിലോസഫി ഒക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കര അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരു മനുഷ്യനുള്ള എന്തൊക്കെ ആശയങ്ങളുണ്ടോ അതൊക്കെ ഒരുപാട് വൈഡൻ ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. ചില സമയത്തൊക്കെ നമ്മൾ റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ രാത്രിയൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കട്ടൻ ചായയിലെ ഹാപ്പി ഫിസ് കുടിക്കുക. കാരണം രാത്രിയൊക്കെ കിടന്ന് ഉറക്കം വരില്ല, കാരണം ഡിസ്കഷനും റിസർച്ച് പേപ്പേഴ്സിൻ്റെ വർക്കുകളും അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുക്കിങ്ങിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ടിസ്. അപ്പോൾ ടിസ് നമുക്ക് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ അക്കാദമിക് സംഭവങ്ങൾ മാത്രമല്ല, ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്. അക്കാദമിക് അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തവന് ഉള്ളിൽ കയറിയാൽ ഒരു ബുക്ക് എടുത്തിട്ട് ചുമ്മാ അവിടെ ഇരിക്കും. പിന്നെ അവിടുത്തെ വൈഫൈ പറയണ്ടോ, നല്ല സ്പീഡായതുകൊണ്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഗെയിമോ യൂട്യൂബോ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കാണും. ഞാനൊക്കെ സിനിമ കണ്ടതിന് ആ ലൈബ്രറിയിൽ കേട്ട് എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടിസ് നമുക്ക് തരുന്ന ഈ കാര്യങ്ങളല്ലാതെ നമുക്ക് വേറെ ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അത് പക്ഷേ അവർ പർപ്പസ് ആയിട്ട് തരുമല്ല, പക്ഷേ ആ ക്യാമ്പസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ ഒരുപാട് ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ, പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലൊക്കെ ഒരുപാട് പൊളിറ്റിക്കലി നമ്മൾ ഭയങ്കര ആക്റ്റീവ്. നമ്മൾ എത്ര പൊളിറ്റിക്സ് ഓടാൻ ശ്രമിച്ചാലും വി ഹാവ് സർട്ടൻ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് നമ്മൾ അതിലുള്ളിൽ കൊണ്ട് പോകും. അത് റൈറ്റ് വിങ് ആവട്ടെ, ലെഫ്റ്റ് വിങ് ആവട്ടെ, മിഡിൽ പാത്ത് ആവട്ടെ, ഇല്ലെങ്കിൽ ദലിത് റൈറ്റ്സ് ആവട്ടെ. ഞാൻ
അതുവരെ കേൾക്കാത്ത ദളിത് മൂവ്മെന്റ്സോ ദളിത് റൈറ്റ്സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻവോൾവ് ആവാനും അംബേദ്കർ റൈറ്റ്സ് പോലുള്ള ഓർഗനൈസേഷനിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ എന്താ പറയുക ഒന്നിച്ച് നടക്കാനും അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട് ടിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ബാക്കി സോഷ്യൽ വർക്കിനേക്കാളും ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ടിസ് എന്ന് പറയുമ്പോൾ ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്. ഏതൊരു സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അവൻ്റെ റിച്ച് ഹിസ്റ്ററി എത്രയാണെന്ന് നമ്മളവിടെ പോകുമ്പോൾ. കാരണം ചിലപ്പോൾ IIT-ലൊക്കെ ഒരു സോഷ്യൽ സയൻസ് കോഴ്സ് ഉണ്ടെങ്കിലും അതിന് ഇപ്പോൾ തുടങ്ങിയ കോഴ്സുകളായിരിക്കാം, ഒരുപാട് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഉണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാളും ഒരു സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിഫറെൻ്റ് ചെയ്യുന്നത് അവരുടെ റിച്ച് ഹിസ്റ്ററി എന്താണ്, അവരവിടെ ചെയ്ത റിസർച്ച് വർക്ക്സിൻ്റെ കളക്ഷൻസ് എന്താണ്, അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ എക്സ്പീരിയൻസും അവിടെ വരുന്ന പ്രൊഫസേഴ്സിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് ടിസ് തരുന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമ്പസിൽ. കാരണം ഏത് സമയത്ത് പോയാലും അവിടെ രാത്രി നമ്മൾ ഇരുന്ന് സംസാരിച്ച്, രാത്രി ചിലപ്പോൾ അവിടുത്തെ കഫറ്റേരിയയിലൊക്കെ രാവിലെ 5 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കും. ആയിരുന്നിട്ട് നമ്മൾ ചെമ്പൂർ ക്യാമ്പിലൊക്കെ പോയിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് ഒരു കന്നഡ സ്പെഷ്യലൊക്കെ വരുന്ന ഒരു വല്ലാത്ത മെമ്മറീസ് ആണ് ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നില്ല, ഇപ്പോൾ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കയറുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നല്ലൊരു കരിയർ പാത്തായിരുന്നു. കാരണം ടിസ് എന്നാണ് ഞാൻ ആദ്യമായിട്ട്, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത, ഞാൻ സ്വപ്നത്തിൽ പോലും കാണില്ല, നമ്മൾ വല്ല NGO-യിൽ എൻ്റെ ഒപ്പം ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് ടാറ്റ സ്റ്റീലിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വരുന്നതും. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊണ്ട് അവർ നമ്മളെ റിക്രൂട്ട് ചെയ്തു. 5.5 വർഷം ഞാൻ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ്റെ CSR-ൽ ജാർഖണ്ഡിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഈ ടാറ്റ സ്റ്റീലിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഒരു വലിയൊരു റിച്ച് എക്സ്പീരിയൻസ് എനിക്ക് കാണും. കാരണം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതേ ടാറ്റയുടെ ഫിലോസഫിയും എത്തിക്സും ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു കമ്പനി ടാറ്റ സ്റ്റീൽ, അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ ചോദിക്കുന്നത് രണ്ടും, അവിടെ വരുന്ന ഈക്കോ ചെയ്യുന്ന രണ്ടും വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു. കാരണം അറ്റ് ദ എൻഡ് ഓഫ് സെർവ് ദ പീപ്പിൾ, സെർവ് ദ കമ്മ്യൂണിറ്റി. കോർപ്പറേറ്റ് ആയിരിക്കാം, അവർ മൈനിങ് കമ്പനീസ് ആയിരിക്കാം, ബട്ട് ദേ ഹാവ് ഹ്യൂജ് എന്താ പറയുക ഒരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. എവിടെ പോയാലും JRD ടാറ്റയുടെ ഇതുണ്ട്, നമ്മൾ ബിസിനസ് സ്റ്റേജ് ജനറേറ്റ് ചെയ്യുന്ന കാശ് അത് കമ്മ്യൂണിറ്റിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യണം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതായിരുന്നു CSR റൂൾ വരുന്നതിനൊക്കെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടാറ്റ സ്റ്റീൽ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് അവിടെ തുടങ്ങിയിട്ട് CSR വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എഗെയിൻ ഐ വാസ് എ വെരി പ്രിവിലേജ്, എന്താ പറയുക, സോഷ്യൽ സെക്ടറിൽ തന്നെ അത്രക്കും പയനിയേഴ്സ് ആയിട്ടുള്ള, അത്രക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക. ഇറ്റ് വാസ് എ കമ്പനി ബട്ട് ദേ ഹാഡ് എ ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് വർക്ക്സ് ഓൺ വിത്ത് പീപ്പിൾ. അതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അവിടെ നിന്ന് ഒരു 5.5 വർഷം കഴിഞ്ഞിട്ട് ഒരു കരിയർ ചേഞ്ചിനും കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ബാംഗ്ലൂർ അസീം പ്രേംജിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താ UNRCO, അതായത് യുണൈറ്റഡ് നേഷൻസ് റെസിഡൻസ് കോർഡിനേറ്റേഴ്സ് ഓഫീസ്, അതായത് ഇന്ത്യയിലെ എല്ലാ UN ഏജൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഹെഡ് ഓഫീസ് പോലുള്ള ഓഫീസാണ്. അവിടുത്തെ ഹെഡാണ് UNRC. അപ്പോൾ UNRCയുടെ അണ്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെ ഞാൻ UNRCOയിൽ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. ആ 1.5 വർഷം കൊണ്ട് എനിക്ക് ഇന്ത്യയിലുള്ള 26ഓളം UN ഏജൻസീസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ റോളിൻ്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു അത്. കാരണം കോർഡിനേഷൻ റോളാണ് എല്ലാ UN ഏജൻസിയും, ഇൻക്ലൂഡിങ് വേൾഡ് ബാങ്ക്, IMF, IFSC എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം എനിക്ക് കോർഡിനേറ്റ് ചെയ്ത് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ആ സമയത്താണ് എനിക്ക് മലേഷ്യയിലേക്ക് ഒരു ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി വന്നതും. അങ്ങനെ ഇന്ത്യയിലെ 2 ബിസിനസ് ഓപ്പറേഷൻ സ്ട്രാറ്റജി അനാലിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ 2 പേരുണ്ട് UN റിഫോംസിൻ്റെ ഭാഗമായിട്ട്. അതിലൊന്ന് ഞാനും പിന്നെ എൻ്റെ ഒരു കൊളീഗ് ദീപക്കുമാണ്. അങ്ങനെ എനിക്ക് അതിലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് യുനിസെഫിൽ ഞാൻ എന്താ പറയുക ഒരുപാട് പ്രോഗ്രാം ചെയ്തു, കോർഡിനേഷൻ റോൾ ചെയ്തു. ആസ് എ സീനിയർ മാനേജർ, ടു ഗ്രോ അപ്പ് വി നീഡ് സർട്ടൻ സ്കിൽസ് ആൻഡ് വി നീഡ് ടു അക്വയർ ഇറ്റ് ത്രൂ എക്സ്പീരിയൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നും കൂടി നമുക്ക് ഇതാവണമെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോർ ഓപ്പറേഷനിലും കൂടി എക്സ്പീരിയൻസ് വേണമെന്നുള്ളൊരു തോന്നലിൽ യുനിസെഫിലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അപ്ലൈ ചെയ്തതും വിത്ത് അള്ളാൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് നമുക്കത് കിട്ടുകയും ഇപ്പം ഞാൻ യുനിസെഫിൽ അഡ്മിൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് ഓപ്പറേഷൻ അനാലിസ്റ്റ് TOT ആയിട്ടും, അതായത് ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു രീതിയിൽ ഇപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ യുനിസെഫ് എത്തിയത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് ഞാൻ എപ്പോഴും കാണുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കാണിച്ച ഒരു മാർഗ്ഗങ്ങളാണ്. അവർ തന്ന ഒരു റിച്ച് എക്സ്പീരിയൻസ് ആണ്. കാരണം ആദ്യമായിട്ട് ഹാജി അലിയിലും സെൻട്രൽ മുംബൈയിലൊക്കെ പോയിട്ട് ചിൽഡ്രൻ ലിവിങ് ഇൻ പ്ലാറ്റ്ഫോം, സ്ലാംസ്, അവർ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ, അത് ഒരു പ്രൊഫസറും കൂടെ വരുമല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് വിടും. ആൻഡ് ദെൻ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് യുവർ വേ. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ആ ട്രസ്റ്റ്, അത് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സിവിൽ സർവൻറ്റ് മോഹമായിട്ട് 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് UN ഏജൻസിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ ഒരു പ്രാപ്തം ആക്കിയിട്ടുണ്ട്. അത് ടിസ് എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊരു ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഷോർട്ട് ജേർണി എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ സമയം എടുത്തില്ല എന്ന് തോന്നുന്നു, കൂടുതൽ ബോറടിപ്പിച്ചില്ല എന്നും തോന്നുന്നു. ഇതെൻ്റെ ഒരു സിമ്പിൾ ജേർണിയാണ്. ഓക്കെ, താങ്ക്സ് റിസാന. Yeah, thank you, sir. Thank you so much. It was such an illuminating and fascinating session. So captivating. Thank you so much, sir. Thank you for your valuable words and valuable time. Okay. Once Do I need again, to stay thank you so back much. or I can leave?
So you can listen, no problem. Like the question answer session will be tomorrow. So Okay, problems? so I think Thank you I for have your some validation. work. Then I take a leave from here, and all the best for your session and your program, and all the best to mentor. Okay, sir. Thank you so much. Bye. So for next, what was session? Hope that you all enjoyed it and it was so captivating. So for next, let me invite Muhammad Aslam sir, MEEDP at University for Peace, Costa Rica Youth Delegation, UN Summit of the Future New York, UN Climate Change Conference, COP29, Baku, alumni of Delhi University and Jamia Millia Islamia. So he's the one who will talk to you about the Central University and global opportunities. Let me welcome Muhammad Aslam sir here. Welcome, sir. Welcome to the session. Good evening, everyone. Audible now? Yes, Am I you audible? will, sir. Yes. Sure. Hi, everyone. എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആണെന്ന് അറിയാം. This is second. Okay, sorry. Myself, Muhammad Aslam. ഞാൻ 2019 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഹിസ്റ്ററി ഓണേഴ്സ് ജോയിൻ ചെയ്തു. പിന്നെ BA ഹിസ്റ്ററി ഓണേഴ്സിന് ശേഷം ജാമിയ മില്ലിയ ഇസ്ലാമിയ അനന്തപുര സെൻട്രൽ യൂണിവേഴ്സിറ്റി I took my PG, which is Masters in Travel and Tourism Management. ഇപ്പോൾ നിലവിൽ UN mandated University for Peaceൽ മാസ്റ്റേഴ്സ് ഇൻ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് സൽമാൻ സാർ ആൻഡ് ഷോയിബ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്തത്. മെയിനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോളേജുകൾ ഉണ്ട്. ഫറൂഖ് കോളേജ്, PSM പോലുള്ള ഒരുപാട്, മഹാരാജാസ് പോലുള്ള ഒരുപാട് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരുപാട് ദൂരം പോയിട്ട് പഠിക്കുന്നത്? ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി ഒക്കെ പോയിട്ട് പഠിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം സ്റ്റുഡൻസിന്റെ മനസ്സിലുണ്ടാവും, ചില രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും രക്ഷിതാക്കളും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അഡ്വാൻറ്റേജസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ഫീസ് ആണ് ഒന്ന്. നമുക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഫീസ് സ്ട്രക്ചർ ഉള്ളത്. അതിന് പുറമെ ഒരുപാട് സ്കോളർഷിപ്പുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റും അതല്ലാത്ത ഓർഗനൈസേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, അതുപോലെ യൂണിവേഴ്സിറ്റികളുടെ പ്രോഗ്രാംസ് ആണെങ്കിലും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാംസ് പല യൂണിവേഴ്സിറ്റിയും. ഇപ്പം ഞാൻ പഠിച്ച ജാമ്യയിലൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മളൊന്നും കേൾക്കാത്ത. ഇപ്പൊ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ്, അതേപോലെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കോഴ്സുകൾ ഓരോ ഫീൽഡിൽ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കോഴ്സുകൾ, അങ്ങനെ ഡൈവേഴ്സ് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ DUലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും വ്യത്യസ്ത കാര്യങ്ങളാണ് നമ്മളെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ ആയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പം ഡൽഹി പോലുള്ള ഒരു സ്ഥലത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഹൈദരാബാദ് ഉണ്ട്, മുംബൈ ഉണ്ട്, ടിസ്, ഇപ്പൊ നേരത്തെ കബീർ സാർ, അങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഡൽഹിയിലുള്ളൊരു പഠിച്ചാണല്ലോ ജാമിയ, DU പോലുള്ള യൂണിവേഴ്സിറ്റികൾ പഠിക്കുമ്പോൾ ഒരു ഗുണം, ഡൽഹി ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, അതുപോലെ ഇപ്പം ക്വിസിന് എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രോഗ്രാമുകൾ നടത്തലുണ്ട്. ക്വിസ് പ്രോഗ്രാം ഓരോ കോളേജിന്റെ ഫെസ്റ്റ് ഉണ്ടാവുമ്പോഴും ഓരോ പ്രോഗ്രാം നടക്കും. അപ്പൊ ഈ പ്രോഗ്രാമിലൊക്കെ നമുക്ക് പങ്കെടുക്കാനും നമുക്ക് ഒരുപാട് എന്താ പറയുക എക്സ്പീരിയൻസുകൾ നേടാനും സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ടിസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, ഇങ്ങനത്തെ ഇപ്പം സോഷ്യൽ വർക്കൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോളജി താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്ന സമയത്ത്
ഒരുപാട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ആ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ ത്രൂ നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള വർക്കുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്തരം എന്താ പറയാ റെക്കഗ്നിഷൻ, നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടുള്ള റെക്കഗ്നിഷൻസ്, ആ ഒരു ബ്രാൻഡ് നമുക്ക് എൻറ്റയർ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇപ്പം പുറത്തുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ. കാരണം നമ്മൾ ടൈം ഈസ് വെരി ലിമിറ്റഡ് ഫോർ 15 മിനിറ്റ്സ് ഉള്ളു. അതിൽ ഈ 3 യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും എന്റെ എക്സ്പീരിയൻസ് ഒന്നും പറയാനുള്ള സമയം അതിലില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നിൽക്കുന്ന സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിന് ഇതാക്കും. ഞാൻ പറഞ്ഞു വന്നത് ഗ്ലോബൽ റെക്കഗ്നീഷൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PG-യിലൊക്കെ പുറത്ത് അബ്രോഡ് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പാർഷ്യലി ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ മാർക്കോ അല്ലാന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമുകളോ അല്ല. ഇപ്പം CUT-ക്ക് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, അതല്ല ഒരു ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പ്യൂർലി SOP ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ആവുണ്ടാവില്ല. അപ്പം നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി നമ്മൾ ചെയ്ത വർക്കുകൾ എക്സ്പീരിയൻസുകളാണ് അവര് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾക്ക്. ഇപ്പം തുർക്കി ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഞാൻ ഇപ്പം ലാസ്റ്റ് ടൈം തുർക്കി പോയപ്പോൾ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ വളരെ എന്താ പറയാ, നമുക്ക് നാട്ടിലേക്ക് അങ്ങോട്ട് പോയി തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പുകളാണ്. അപ്പൊ അവിടെ ഒക്കെ ഉള്ളത് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. അതേപോലെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് മാത്രം പോകുന്നത്? അപ്പൊ അതിനുള്ള തക്കതായിട്ടുള്ള എന്താ പറയാ ഓറിയന്റേഷൻ ഇവർക്ക് ഇവരെ ഡിഗ്രി ലൈഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ആളുകൾ പോലുണ്ട്. ഇപ്പം അടുത്ത ഫാക്കൽറ്റി ആയിട്ടുള്ള ഹുസ്നൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ പറയും. പുള്ളിക്കാരത്തി ജർമ്മനിയിലൊക്കെ ഒരു ഡാഡ് ഫെല്ലോ ഒക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പഠിക്കുന്ന സബ്ജക്റ്റില് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനുള്ള, ഇപ്പൊ നാട്ടില് വെറും ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഹിസ്റ്ററി ഓണേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഓണേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിന് വളരെ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കാനുള്ള ഒരു സിലബസ് ആവും, ആ സിലബസ് സ്ട്രക്ചർ ആവും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിവിൽ സർവീസ് UPSC ആഗ്രഹമുള്ള ആളുകളൊക്കെ കൂടുതൽ DU പോലുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെ UPSC അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് എക്സാമുകൾക്ക് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആവും അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ചുറ്റും ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, പേപ്പർ പ്രസന്റേഷൻസ്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മളെ ഈ പ്രോഗ്രാമിലൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കരിയറിൽ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ DUന്റെ ഒക്കെ ലൈബ്രറി, ജാമ്യന്റെ ഒക്കെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ലൈബ്രറീസ് ആണ്. അപ്പം നമ്മൾ പഠിക്കുന്ന ആ സമയത്തുണ്ടല്ലോ, അപ്പൊ നമ്മളെ കൂടെ പഠിക്കുന്ന ആളുകളും അത്രയും എന്താ പറയാ അക്കാഡമിക്കലി റിച്ച് ആയിട്ടുള്ള ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ കൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഫറൂഖ് കോളേജിൽ അല്ലെങ്കിൽ PSMOയിലൊക്കെ ഇവര് വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളെ ഓതേഴ്സ് ആണ് നമ്മൾ നേരിട്ട് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നത്, അലിഗഡിലും ജാമ്യയിലും ഒക്കെ ആയിട്ട്. അപ്പം അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന് നേരിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഒരു മെച്ചം. നമ്മൾ നാട്ടിൽ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പിന്നെ ഇപ്പൊ ഞാനിപ്പോ പഠിക്കുന്നത് UN-ന്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റി ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ്. അപ്പം അവിടേക്ക് ഞാൻ അഡ്മിഷൻ പ്രൊസീജിയറിൽ കൊടുക്കുന്ന സമയത്തും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം നമ്മൾ ജാമ്യയിലെ HOD ആണ് എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി തന്നത്. അതേപോലെ DUയിലെ എൻ്റെ ഒരു പ്രൊഫസറും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും റിനൗഡ് ആയിട്ടുള്ള ലോകത്ത് അറിയപ്പെടുന്ന പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ അത്തരം ആളുകൾ നമ്മളെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിനുള്ള അഡ്വാൻറ്റേജ്
അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിനനുസരിച്ച് മറുപടികൾ പറയാൻ കഴിയും. കാരണം നമുക്ക് വി ഹാവ് ഓൺലി ലെഫ്റ്റ് വിത്ത് 5 minutes. So question answer session നാളത്തേക്കാണ് വെച്ചേക്കുന്നത്. So that ഓക്കെ will be ഓക്കെ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് പറയാനുള്ളത്. വാട്ട് എൽസ്? ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് ഇപ്പൊ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമ്യയിലൊക്കെ ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. ഈ ചീപ്പായ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയാ അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നമ്മൾ പഠനത്തിൽ ഫുള്ളി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അതേപോലെ ജാമ്യയിലൊക്കെ PhD ഒരുപാട് PhD പ്രോഗ്രാംസുകൾ ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെറ്റ് JRF എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. നമ്മൾ പ്രൊഫസേഴ്സിന് ഉള്ള, അതായത് PG കഴിഞ്ഞിട്ട് PhD ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ടോട് കൂട്ടിയിട്ട് പഠിക്കാനുള്ള ഒരു JRF എക്സാം ഉണ്ട്. ഈ JRFന്റെ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ എന്താ പറയാ നമ്മളെ ജാമ്യന്റെ അല്ലെങ്കിൽ DUന്റെ ഒക്കെ ഗ്രൂപ്പുകൾ നിറഞ്ഞു നിൽക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഇതിന്ന് നമ്മളെ ഇപ്പൊ JRF നാട്ടില് ഒരു കോളേജിൽ ഒരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജിൽ 20-30 ആളുകൾക്ക് നെറ്റൊക്കെ കിട്ടും. അതിൽ തന്നെ 4-5 പേർക്ക് JRF കിട്ടും. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ? നമ്മൾ പഠിക്കുന്ന സിലബസുകളും നമ്മുടെ സർക്കിളും നമ്മൾ പഠിക്കുന്ന അറ്റ്മോസ്ഫിയറും ആ ഒരു എൻവയോൺമെന്റും കാരണം അത് നന്നായിട്ട് എന്ത് ചെയ്യും, ഇതിനൊക്കെ സഹായിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പൊതുവെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. Thank you, sir. Thank you so much for this marvelous, amazing session happening here. Once again, on behalf of Mentor and all the students, thank you, sir. Thank you so much. I appreciate it. It was also such an enjoying and marvelous session. So for next, let me invite Arif sir, the consulting analyst at Deloitte and alumni of SRCC, University of Delhi. And here let me invite Arif sir he's going to be talk on the topic how to get placed through Central University. So once again, welcome sir, welcome to the session. Just a second, please stay back. Yeah, sir is here. So once again, let me invite Arif sir. He will handle the session. Hi, I'm sorry I'm late. Am I audible? Yes, sir. Just a second. I have something with my headphone. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഹായ്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് ആകെ കുറച്ച് ടൈമുള്ള സ്ലോട്ടായിട്ട്
സോ ഇതിൽ മേജറായിട്ട് പറയാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളോട് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇത് വേറൊരു മനസ്സിലാക്കാൻ വെറും 3 സെഷൻ ആൻഡ് തേർഡ് അത് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഇത് ഓരോന്നിനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് CGPA ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആവാനുള്ള കാരണം CGPA വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിലും പ്ലേസ്മെന്റ്സിന് ഇരിക്കുകയാണെങ്കിലും, മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫോറിൻ മാസ്റ്റർ എഡ്യൂക്കേഷൻ ഒക്കെ പോവുകയാണെങ്കിൽ CGPA 9ന്റെ മേലെ പിടിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആർട്സ് ഡിഗ്രി ആണെങ്കിൽ 9 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 8.5 8ന്റെ മേലെ പിടിച്ചാലേ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് കോളേജുകളിൽ കിട്ടൂല. ഇനി നിങ്ങൾ GMAT-ലോ GRE-ലോ എത്ര സ്കോർ ചെയ്താലും നല്ല ലക്ക് ഉണ്ടെങ്കിലേ അതിൽ നടക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ പോകുന്നവരായതുകൊണ്ട് ആദ്യം മുതൽ തന്നെ CGPA ഫോക്കസ് ചെയ്യുക. കുറെ പേര് പറയും നമ്മള് കോളേജിൽ മാർക്കൊന്നും കിട്ടിയിട്ട് വലിയ കാര്യമില്ല, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി. നമ്മളൊരു ഫിക്സ്ഡ് പാത്തിലൂടെ പോകുമ്പോൾ നമുക്കെല്ലാം ടോപ്പ് കോളേജ്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം നല്ലതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ CGPA വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി അടുത്ത് പറയുന്ന പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ 3 വർഷം മാസ്റ്റേഴ്സ് ഒക്കെ CGPA മാത്രം ഫോക്കസ് ചെയ്താലും കുഴപ്പമില്ല. ഈ CV പ്രിപ്പറേഷൻ, പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ഒക്കെ ഒരു വർഷം ബ്രേക്ക് എടുത്താൽ നിങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആവും, കുറച്ചധികം ലേറ്റ് ആവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. CGPA ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരിക്കലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിന് CV പ്രിപ്പറേഷനിൽ വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്താണെങ്കിലും മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്താലേ അറിയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇന്റേൺഷിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി കുറേ ഉള്ളത്. നമ്മളൊരു കോളേജിലാണ്, ഏത് കോളേജിലാണെങ്കിലും ഇന്റേൺഷിപ്പിന് സ്റ്റുഡൻസിന് എല്ലാ കമ്പനികൾക്കും വേണം. അപ്പോൾ ഇന്റേൺഷിപ്സിനെ 3 കാറ്റഗറി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് ഇന്റേൺഷിപ്സ്, മാനേജ്മെന്റ് കൺസൾട്ടിങ്ങും ഫിനാൻസ് ഒക്കെ നോക്കുന്നവർക്ക്, ഫിനാൻസ് നോക്കുന്നവർക്ക് മോർഗൻ സ്റ്റാൻലി ഒക്കെയാണ് ടോപ്പ് ലെവൽ. വെഞ്ചർ ക്യാപിറ്റൽ ടോപ്പ് ലെവലാണ്. കൺസൾട്ടിങ് നോക്കുന്ന McKinsey, BCG, Bain ആണ് ടോപ്പ് ലെവൽ. അതേസമയം ഇതൊക്കെയാണ് ടോപ്പ് കൺസൾട്ടിങ് റോൾസ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇന്റേൺഷിപ്സ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരണം. ആ പ്രിപ്പയർ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ ഇന്റേൺഷിപ്സ് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടപ്സുകൾ ഇഷ്ടംപോലെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് പുതിയ ഫണ്ടിങ് കിട്ടിയ സ്റ്റാർട്ടപ്സുകളെ നേരെ കണ്ടുപിടിക്കുക, അവരുടെ ബിസിനസ് മോഡൽ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, ഫൗണ്ടേഴ്സിന്റെ ഇമെയിൽ കണ്ടുപിടിക്കുക, അയക്കുക. ഇമെയിൽ കണ്ടുപിടിക്കൽ സിമ്പിളാണ്. അവരുടെ വെബ്സൈറ്റ് ഡൊമൈനിന്റെ മുമ്പ് അവരുടെ ഫസ്റ്റ് നെയിം ആഡ് ചെയ്താൽ മതി, ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ PP Leads എന്ന ടൂൾസ് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇമെയിൽ അയക്കുമ്പോൾ ഭയങ്കര ബോർ ഇമെയിൽ ആയിരിക്കും. പക്ഷെ 100 ഇമെയിൽ അയച്ചു കഴിയുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ഇമെയിൽ വരും. അപ്പോൾ 100 ഇമെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇന്റേൺഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണ് ഇന്റേൺഷിപ്സ് കിട്ടുക. സോറി, അപ്പോ കേൾക്കുന്നുണ്ടല്ലോ? Yes, sir. Audible. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ട്രാക്ക് ചെയ്യൽ അങ്ങനെ. അപ്പോൾ ഓരോ ഇന്റേൺഷിപ്പ് ഓരോ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. തോന്നിയ പോലെ ചെയ്യുക, അതല്ലെങ്കിൽ ഓരോ ഇത് ഫോക്കസ്. ഞാനെപ്പോഴും പറയാം ടെക് സ്റ്റാർട്ടപ്പുകളിൽ ഫോക്കസ് ചെയ്യാനാണ് ഫസ്റ്റ് ഇയർ. കാരണം അതിൽ അവരുടെ ബ്രാൻഡ് പെട്ടെന്ന് വലുതാവും. അവരുടെ ബ്രാൻഡ് വലുതായ നിങ്ങളുടെ CV-യിലെ ബ്രാൻഡ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ടെക് സ്റ്റാർട്ടപ്പുകളിൽ തന്നെ വലിയ ഫണ്ടിങ് കിട്ടിയ സ്റ്റാർട്ടപ്സ് നോക്കുക, വലിയ ഈ ഫൗണ്ടർമാരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, അവരുടെ കയ്യിൽ നിന്ന് കുറെ പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോയി തന്നെ വരും. അത്രയ്ക്ക് മോട്ടിവേഷൻ കിട്ടും. എന്ന് വെച്ചാൽ ചെയ്യാനല്ല പറയുന്നത്, എപ്പോഴും സേഫ് ആക്കാൻ നോക്കുക സ്വന്തം കാര്യങ്ങൾ. അപ്പോൾ ടെക് സ്റ്റാർട്ടപ്പിൽ തുടങ്ങുക ഫസ്റ്റ് ഇയറിൽ ഇന്റേൺഷിപ്പ് എന്തായാലും ചെയ്തേ പറ്റും. ആണെങ്കിൽ DU-ലും SRCC-ലും സ്റ്റീഫൻസിലും അതുപോലത്തെ കോളേജിലും സൊസൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ CV ബിൽഡിംഗ് ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ലീഡർഷിപ്പ് പൊസിഷന് ഒരു സെക്ഷൻ വേണം CV-യിൽ. അവിടെ നിങ്ങൾ ഈ സൊസൈറ്റികളിലെ ലീഡറൊക്കെ ആയി, അതായത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആവും. പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ സൊസൈറ്റികളിൽ നന്നായി പണിയെടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ടെക് സ്റ്റാർട്ടപ്പ് വെച്ച് ഫോക്കസ് ചെയ്ത് അങ്ങനെ പോവുക. സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു ഇന്റേൺഷിപ്പ്, 2 ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് 3 ഇന്റേൺഷിപ്പ് ഇത് കഴിയുമ്പോൾ റിമോട്ട് കിട്ടും. അതൊക്കെ നെഗോഷ്യബിൾ ആണ്. ഫൗണ്ടർമാരോട് HR-മാരോട് നെഗോഷ്യബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത്യാവശ്യം സ്റ്റൈപ്പൻഡ് കിട്ടും. 10-15,000 സ്റ്റൈപ്പൻഡ് ഉള്ള ഇന്റേൺഷിപ്പുകൾ തന്നെ സെലക്ട് ചെയ്യുക. അൺപെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്, പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുക തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ പഠിക്കാനില്ലെങ്കിലും പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അവർ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ സൊസൈറ്റി ലീഡർ ചെയ്യാൻ നോക്കുക, ഇന്റേൺഷിപ്പ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് ഇയറിലാകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ആവാനുണ്ട്, കുറച്ച് ബ്രാൻഡ് ഇന്റേൺഷിപ്സ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 2-3 ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ടിപ്സിന്റെ ആൾക്കാർക്ക് മെയിൽ അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ കിട്ടും.
അപ്പോൾ ഒരു 10-20 ഇന്റർവ്യൂ കയറിയ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ ഇതൊരു ലൂപ്പായിട്ട് ഫോക്കസ് ചെയ്ത് പോയിട്ടാണ് CV ബിൽഡ് ചെയ്യുക. ഈ CV ബിൽഡിങ് നമ്മുടെ കരിയറിൽ തീരാനേ പോകുന്നു. വൺ തിങ്. ഇത് ഈ പറയുന്നത് ഇനി ഫൈനൽ സെക്ഷനിലോട്ട് റിസ്വാന മാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ ആണ്, ഇടയ്ക്ക് നെറ്റിഷ് വരുന്നുണ്ട്. ഓ സോറി. ക്ലിയർ ആവാത്ത ഒരു 2 മിനിറ്റ് Q&A സെഷൻ ചെയ്യാം, അപ്പോ അത് ക്ലിയർ ആവും. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം, പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ. അത് ഫൈനൽ ഇയറിൽ തുടങ്ങേണ്ട കാര്യം. അപ്പൊ നിങ്ങളുടെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ്, ഈ കമ്പനീസിന്റെ ഷോർട്ട് ലിസ്റ്റ് എങ്ങനെ വരുന്നത് ഒരു ചെറിയൊരു ഐഡിയ. 1 CV ഷോർട്ട് ലിസ്റ്റ്, 2 ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ്. അതായത് കാറ്റിന്റെ സിലബസ് പഠിക്കുക, ടെസ്റ്റ് 2 മാസം കൊണ്ട് പഠിക്കുക. അപ്പൊ അത് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അതാണ് ഈസി, ഏറ്റവും ഈസി കിട്ടാൻ വേണ്ടി. കാരണം കോമ്പറ്റീഷൻ കുറവായിരിക്കും. ടെസ്റ്റ് എഴുതാൻ അറിയാവുന്ന ആൾക്കാർ ഭയങ്കര കുറവായതുകൊണ്ട് നല്ല കമ്പനികൾക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് കിട്ടും. അപ്പൊ ഇനി ഇന്റർവ്യൂവിൽ എത്തിയിട്ട് എന്ത് പറയണം? CV ഉണ്ടെങ്കിൽ ഏത് കമ്പനിയിലും ഷോർട്ട് ലിസ്റ്റ് കിട്ടും. അതായത് CGPA ഉണ്ടെങ്കിൽ ഏത് കമ്പനിയിലും ഷോർട്ട് ലിസ്റ്റ് വരും. അപ്പോൾ ഇനി CV മീഡിയോക്കർ ആണെങ്കിൽ CGPA മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ഉറപ്പാണ്, അതിലൊരു ഡൗട്ട് ഇല്ല. അവരുടെ ബേസിക് സൈക്കോളജി എന്താണ്? ഈ UGയിലും PGയിലും ഒക്കെ നല്ല മാർക്കുള്ള ഒരാൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്താലും പണി പഠിക്കാൻ പറ്റും. അല്ലാണ്ട് ആരും ഡൊമൈൻ സ്കിൽസ് ആയിട്ട് ഒരുവിധം വരുന്നില്ല ക്യാമ്പസ് പ്ലേസ്മെന്റ്സിൽ. ആർക്കും ഒരു തേങ്ങ അറിയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടാർഗറ്റ് റോൾ ആണ് വേണ്ടതെന്നുള്ള രീതി. ഇപ്പോൾ ഫിനാൻസ് നോക്കുന്ന ഒരാൾ വാല്യുവേഷൻ പഠിച്ചിരിക്കണം, വാല്യുവേഷൻ അറിയണം, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ചെയ്യാൻ പഠിച്ചിരിക്കണം. കൺസൾട്ടിങ് നോക്കുന്ന ഒരാൾക്ക് 10-200 കേസ് സ്റ്റഡി നിങ്ങൾ പഠിച്ചിരിക്കണം ചെയ്യാൻ. ഈ കേസ് സ്റ്റഡി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ഇന്റർവ്യൂ പോലെയാണ് ചെയ്ത് പഠിക്കുക. യൂട്യൂബിൽ കേസ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ. കൺസൾട്ടിങ് നോക്കുന്നവർ കേസ് ഇന്റർവ്യൂ പഠിച്ചിരിക്കണം. ഫിനാൻസ് നോക്കുന്നവർ വാല്യുവേഷൻസ് നിർബന്ധമായിട്ട് പഠിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാൻ പഠിക്കണം. ഓരോ റേഷ്യോ എന്ത് ബേസിസിലാണ് വരുന്നത് പഠിക്കണം. പിന്നെ ഇന്റർവ്യൂകളിൽ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. നമ്മൾ പ്രോ ലെവൽ പഠിച്ചു പോയിട്ട് കാര്യമില്ല. എന്നോടൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് GDPയുടെ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചത്. എനിക്കപ്പോൾ പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവാത്തത് ഇതൊക്കെ കുറെ ഭയങ്കര കുറെ ഡൈജസ്റ്റ് ആവാത്തുണ്ടാവും. അപ്പൊ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോന്ന് 2-3 ഡൗട്ട്സ് ഈസിലി ക്ലിയർ ചെയ്യാം. കോമൺ ഡൗട്ട്സ്. Sir, question and answer session നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. So that it will be fine if clarifying that itself. അങ്ങനെ question session നാളെ ആയതുകൊണ്ട് I think carry on the session. ഓക്കെ, ഫൈൻ, ഗ്രേറ്റ്. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്റെ അലുമിനീസും എന്റെ നെറ്റ്വർക്സും എന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാവരും കോളേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തലയിടാൻ നോക്കുക. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആവുക. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ സൈഡായിരിക്കുന്നവര്, തണുത്തിരിക്കുന്നവര് അങ്ങനെ ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. Thank you so much. Thank you, sir. Thank you so much. It was an amazing, fabulous session. And it was revealing and appealing also. Thank you, sir. Thank you so much. Welcome. Thank you for inviting me as well. So for next, let me invite Husna Latif ma'am, GAAD fellow, co-founder, fundamental and alumni of Jamia Millia Islamia. And let me invite Husna ma'am for talking on scholarships and student exchange programs. Welcome, ma'am. Welcome to the session. Hi, am I audible? Yes, ma'am. Okay. Hi, hello everyone. ഞാൻ ഹുസ്ന. ഞാൻ ജാമ്യയിൽ ഇപ്പം ഈ 2024 സൈക്കോളജി മാസ്റ്റേഴ്സ് കഴിഞ്ഞു. സോ ഞാനിപ്പോ ഇങ്ങനെ എല്ലാ സ്പീക്കേഴ്സിന്റെയും ക്ലാസ്സുകൾ കേട്ടപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് നമുക്കിപ്പം ഇതിനു മുന്നേ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ഡിഫറെന്റ് ഫീൽഡിലുള്ള ഒരുപാട് ഡിഫറെന്റ് സ്കോപ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. സോ ഞാനിങ്ങനെ പ്രോസസ് ചെയ്യായിരുന്നു. ഓക്കെ, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഞാൻ ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ അക്കാദമിക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഡാഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പിന്നെ കുറച്ച് ഇൻസൈറ്റ്സ് തന്നിട്ട് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം. സോ
ഇപ്പൊ ഇതിലുള്ളത് ഭൂരിഭാഗവും ടോപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. സോ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചത് കൊണ്ട് മാത്രം ഇപ്പം ഇതുപോലെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് അറിയാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ എന്തായാലും ബിൽഡ് ആയിട്ട് വരും. ഇപ്പൊ ഒരു സേയിങ് ഉണ്ടല്ലോ, 4 മണ്ടന്മാരുടെ കൂടെയാണെങ്കിൽ 5ാമത്തെ മണ്ടനായിരിക്കും നമ്മള്, അല്ലെങ്കിൽ 4 ഇന്റലക്ച്വൽസിന്റെ കൂടെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു 5th ഇന്റലക്ട് ആവും. അപ്പൊ അതാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പിയർ ഗ്രൂപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ആരൊക്കെയാണോ സറൗണ്ട് ചെയ്യുന്നത് അവരെല്ലാം വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള പല പല രീതിയിൽ നോളജബിൾ ആയിട്ടുള്ള എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് തുടങ്ങും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു ടൈമിൽ, അതായത് കഴിഞ്ഞ വർഷം 2023 മുതലാണ് ഞാൻ അബ്രോഡിൽ ഒരു അക്കാദമിക് എക്സ്പോഷർ, ഇപ്പം ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകണം. എനിക്ക് മൈഗ്രേഷൻ അല്ലെങ്കിൽ ഞാനോട് ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം അങ്ങനത്തെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് യൂറോപ്പിലോ അല്ലെങ്കിൽ UK ഒക്കെ പോകാൻ പറ്റണം, ഫുള്ളി ഫണ്ടഡ് ആയിട്ട് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു, പല പല രീതിയിൽ ട്രൈ ചെയ്തു. അപ്പം കഴിഞ്ഞ ഡിസംബറിൽ ഐ വാസ് കംപ്ലീറ്റ്ലി ക്ലൂലെസ്. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് പോവാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ട് അടിച്ച് നിന്നിരുന്ന ഒരു ഡിസംബർ 2023 നിന്നും ഈ ഒരു ഡിസംബർ 2024 എനിക്ക് ആരടുത്തെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഒരു 1 ഇയറിൽ ഇട്ടിട്ടുള്ള ആ ഒരു എഫേർട്ട് കൊണ്ടാണ്. അതിന് എന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ജാമ്യയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ജാമ്യയ്ക്ക് അതിനുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പൊ ഞാൻ ജാമ്യയിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലാണ് ഇതുപോലെയുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഉണ്ട്, സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് പുറത്ത് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ ഒരുപാട് പേര് ഇറാസ്മസ് പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവരുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോകണം, എങ്ങനെയെങ്കിലും ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കിട്ടണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ച് അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. രണ്ടാമത്തേന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ അത് ശീലമായി, അപ്ലൈ ചെയ്യുന്നു കിട്ടുന്നില്ല, അപ്ലൈ ചെയ്യുന്നു കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ആണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് എത്രത്തോളം കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നോ അപ്പൊ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെ ഉറപ്പിക്കുക എവിടെയെങ്കിലും ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫണ്ടിങ് സെക്യൂർ ചെയ്തിട്ട് ഞാൻ ഇതിന്ന് ബാക്ക് അടിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ പോയ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജർമ്മൻ അക്കാദമിക് എക്സ്ചേഞ്ച് സർവീസ്, അതായത് ഡാഡ് ഫണ്ടഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ഇൻഡോ ജർമ്മൻ കൊളാബറേറ്റീവ് പ്രോജക്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതായത് ഇവിടുത്തെ IIT മദ്രാസ്, ചെന്നൈ IIT മദ്രാസും ജർമ്മനിയിലെ RWTH ആഹൻ യൂണിവേഴ്സിറ്റിയും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു സമ്മർ സ്കൂൾ ആയിരുന്നു അത്. ജർമ്മനിയിലെ ആഹൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അത് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് 15 പേരും ജർമ്മനിയിൽ നിന്ന് 15 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു 15-ൽ ഒരാളായിട്ട് പോകാനാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ ലീസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള, എനിക്ക് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് കരുതിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. കാരണം ഇത് IIT അല്ലെങ്കിൽ IIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമുള്ളവർക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ്, നമ്മൾ ഒരുപാട് ഡോറുകളിൽ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കും എന്ന് പറയുന്ന പോലെ ഒരുപാട് ട്രൈ ചെയ്തപ്പോഴാണ് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്, അങ്ങനെ പോകാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം ഫറൂഖിൽ പഠിക്കുന്ന ടൈമിൽ ഫറൂഖിലായിരുന്നു ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് നോർത്ത് കറങ്ങുക എന്നുള്ളതായിരുന്നു ആ ഒരു ടൈമില് ഒരു അക്കാദമിക്സിന്റെ അപ്പുറത്തേക്കുള്ള മറ്റൊരു ലക്ഷ്യം. അപ്പൊ ജാമ്യയിൽ പഠിക്കുന്ന ടൈമിൽ അത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം, എവിടെയെങ്കിലും ഒന്ന് ഇന്റർനാഷണലി ഒരു സോളോ ഒക്കെ പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പം 2024 ഞാൻ എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കാരണം എനിക്ക് 9 കൺട്രി വിസിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. 9 യൂറോപ്യൻ കൺട്രി ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പം ടൂറിസം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് എഡ്യൂക്കേഷനും ടൂറിസം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ടൂറിസം എന്നുള്ളതിൽ ഒരുപാട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നായിരുന്നു ഞാൻ ഈ പോയിട്ടുള്ള പ്രോഗ്രാമും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അക്കാദമിക് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട്, ഇപ്പൊ UK എല്ലാവരും UK പോകുന്നു,
ഇപ്പൊ +2 മാർക്ക് കുറഞ്ഞവരും കൂടിയവരും ഡിഗ്രി മാർക്ക് ഇല്ലാത്തവരും ഒക്കെ UK പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള കൺട്രീസിൽ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യണോണ്ട് ഒരു റൈറ്റ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്റ്റുഡന്റ് അവിടെ പോകുന്നത് കൊണ്ട് കാര്യമില്ലാണ്ട് ആവുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു അക്കാദമിക് എക്സ്പോഷർ, ഒരു യൂറോപ്യൻ അക്കാദമിക് എക്സ്പോഷർ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ജർമ്മനിയിൽ പോയിട്ടുണ്ടായിരുന്നു വളരെ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ്. പക്ഷെ ആ ഒരു പീരീഡിൽ ഒരുപാട് എറാസ്മസ് സ്കോളേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡാഡ് സ്കോളേഴ്സ് ആയിട്ട് സംസാരിക്കാനും അവരായിട്ടൊരു ലോങ് ലാസ്റ്റിംഗ് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെയാണ് ഇപ്പം ഫണ്ടമെന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ജാമ്യയിലുള്ള വേറെ 2 സുഹൃത്തുക്കളായിട്ട് തുടങ്ങാൻ ഉള്ള ഒരു ഐഡിയ വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ഇതുപോലെ എന്നെ പോലെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും PhDക്കും മാസ്റ്റേഴ്സും പുറത്തു പോകണം, നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, പക്ഷെ ഫീസ് അധികം പേ ചെയ്യാൻ പറ്റില്ല, ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമാണ് നോക്കുന്നത് എന്നുള്ളവര്. അപ്പം അവര് അതുപോലെയുള്ള ആളുകൾ, അതായത് റൈറ്റ് സ്റ്റുഡൻസിലേക്ക് ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്തിക്കുക എന്നുള്ള ഒരു എയിമിലാണ് ഈ ഒരു ഫണ്ടമെന്റി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുള്ളത്. അപ്പം ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ എത്തിക്കാൻ അവർക്ക് വേണ്ട അക്കാദമിക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിനുള്ള ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടിയത് എന്റെ ഈ ഒരു ജർമ്മൻ യാത്രയിലൂടെയാണ്. കാരണം ഒരുപാട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാനും അവരുടെ അക്കാദമിക് ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ആ ഒരു ഇൻപുട്സ് ഇവിടെ വന്ന് നമ്മുടെ സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആസ്പിരൻസ് ഉണ്ട്, ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല എക്സ്പോഷർ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു എന്തൊക്കെയോ കാരണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം CV SOP എഴുതുന്ന ടൈമിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, CV SOP ഇപ്പം അസ്ലഹ് പറഞ്ഞ പോലെ CV SOP എന്നുള്ളത് നമ്മൾ ഏതൊരു സ്കോളർഷിപ്പിനും അല്ലെങ്കിൽ ഏതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിനും പുറത്തേക്ക് പോകുന്ന ഏതിനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. കാരണം നമ്മളെ അറിയാത്ത ഒരാളോട് നമ്മളെ പറ്റി സംസാരിക്കുന്ന ഒരേ ഒരു ഡോക്യുമെന്റ് ഈ ഒരു മോട്ടിവേഷൻ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ പറ്റി യാതൊരുവിധ ധാരണയില്ലാത്ത ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ആ ഒരു ഡോക്യുമെന്റ് അത് പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു SOP CV കാര്യങ്ങളാണ്. അപ്പം ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് ഇപ്പം ഒരു 3 Ds ആണ്. അതായത് ഡിസ്കവർ, ഡിസൈഡ്, ഡെലിവർ എന്നുള്ളത്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഏതാണ് എന്ന് ഡിസ്കവർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ചിലപ്പം യാത്രയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്റ്റഡിക്ക് ഉപകാരപ്പെടുന്നതാവണം എന്നുള്ളതായിരിക്കും. അപ്പൊ എന്താണോ നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഡിസ്കവർ ചെയ്യുക, പിന്നെ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക ഏത് കൺട്രി പോകണം അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിന് പോകണം, അതിനനുസരിച്ച് എന്താണോ അതിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. സോ പിന്നെ ഇതിനു മുന്നേ ഉള്ള CGPA ഇപ്പം ഡിഗ്രിയുടെയും അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന്റെയും ഒക്കെ CGPA ഇതിനൊരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണോ അല്ലെങ്കിൽ അല്ല എന്നുള്ള പല പല ഡിസ്കഷൻസ് കേട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് CGPA കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബാച്ചിലേഴ്സിന്റെ ആണെങ്കിലും മാസ്റ്റേഴ്സിന്റെ ആണെങ്കിലും CGPA കാരണം എനിക്ക് അതിന്റെ നല്ല ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാസ്റ്റർ 2 ഇയർ പീരീഡിൽ എനിക്കൊരു 2+ lakh സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും. അത് ഈ ഒരു CGPA അതുപോലെ ജാമ്യയിലാണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് എന്നുള്ളതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അവിടെ എങ്ങനെ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതോട് മാത്രം നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ തീരുന്നില്ല. ആ കോഴ്സ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ അവിടെ കയറിയത് കാരണം ആ ഒരു അവസരം, അതായത് ഒരു 40 സീറ്റുള്ള ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാരണം ഒരാളുടെ അവസരം അവിടെ പോകുന്നുണ്ട്, പുറത്തുള്ള ഒരാളുടെ. അപ്പൊ അത് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ആ സീറ്റ് കിട്ടാത്ത, ആ സീറ്റിൽ എത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു ആസ്പിരന്റിനോടും കൂടെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ ആ ഒരു സീറ്റിനോട് 100% നമ്മൾ നീതി പുലർത്തണം എന്നാണ് പറയാനുള്ളത്. അപ്പം പറഞ്ഞിട്ടുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഈ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് റെലവെന്റ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം.
എപ്പോഴും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. ഇതുപോലെയുള്ള ആസ്പിറൻസ് ഉണ്ടെങ്കിൽ ഏത് ടൈമിൽ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു മെന്റർ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഇതുപോലെ വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് ഒരു സ്പേസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. സോ താങ്ക്സ് അഗൈൻ. Thank you, ma'am. Thank you once again. It was an incredible and inspirational session. Thank you once again, ma'am. And for next, let me invite Advocate Afrida Banu, ma'am, practicing advocate, author of Karakam and Amina Clan from Delhi, social media influencer, and alumni of Jamia Millia Islamia. Let me invite Afrida Banu, ma'am, once again to talk about the topic balancing passion with academics. So I think she will be the better one to talk about this topic. Once again, welcome, ma'am. Welcome to the session. Thank you. Audible ആണോ? കേൾക്കാൻ പറ്റും? Yes, ma'am. Okay. So thank you, mentor and Rizwana, for the opportunity. So I think I got something different to say. എന്നോട് ശ്വേബു പറഞ്ഞത് you have to talk about your book and all എന്നാണ്. ഇപ്പം I think അക്കാദമിക്സിനെ പറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓരോ ആളുകളും എത്തിപ്പെട്ട അവരുടെ ഒരു ജേർണീനെ പറ്റിയും അവര് ഇവിടെ എത്തിയതിനു ശേഷം what they created, അല്ലെങ്കിൽ how central universities help them to achieve their dreams എന്നുള്ളതിനെ പറ്റിയൊക്കെ I think all the speakers അവര് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് ബാലൻസിങ് അക്കാദമിക്സ് ആൻഡ് പാഷൻ ആണ്. സോ ഐ എം എൻ അഡ്വക്കേറ്റ്. ഞാൻ ഡൽഹിയിൽ ഒരു 1.5 year ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. സോ ഞാൻ ജാമ്യയിൽ നിന്നാണ് എൻ്റെ LLB കംപ്ലീറ്റ് ചെയ്തത്. സോ ആഫ്റ്റർ മൈ 12th ഐ കെയിം ഹിയർ. ജാമ്യയുടെ LLB എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് in 2018 I started my LLB from Jamia. So 2023 ഞാൻ പാസ് ഔട്ട് ആയത്. And after that ഞാൻ പാസ് ഔട്ട്, I think I passed out in May, and from September I started practicing in Delhi only. സോ അതിൻ്റെ ഇടയിലാണ് പുസ്തകങ്ങൾ എഴുതിയത്. ആദ്യത്തെ പുസ്തകം I wrote it on 2022 I think. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഡിഗ്രി ചെയ്യുന്ന ആളുകൾക്കറിയാം, അല്ലെങ്കിൽ PG ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് നമ്മൾ നാട്ടിൽ ഒക്കെ പഠിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി, അല്ലെങ്കിൽ നമ്മളെ 24/7 മോണിറ്റർ ചെയ്യണ സർവെയിലൻസിൽ വെക്കുന്ന ഒരു ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റോ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ തന്നെ വാട്ട് വി വോണ്ട്, അല്ലെങ്കിൽ നമ്മളത് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ അവരെ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് ഹെൽപ്പ് സീക്ക് ചെയ്ത ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട കാര്യങ്ങളും നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളതിലൊക്കെ ദേ ക്യാൻ ഹെൽപ്പ് us a lot. പക്ഷെ അതിന്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യണം, നമ്മളെ പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇപ്പം LLBയുടെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വി ഹാവ് ഇൻ ജാമ്യ ദ ഫാക്കൽറ്റീസ് ആർ റിയലി ഗുഡ്. നമ്മൾ പഠിക്കുന്ന ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് അതിന്റെ ഓതേഴ്സ് തന്നെയാണ് നമ്മളുടെ പ്രൊഫസേഴ്സ് ആയിട്ട് ഫാക്കൽറ്റി ആയിട്ടൊക്കെ വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ലെസ് അവേഴ്സ് ഓഫ് ക്ലാസ്. നമുക്കൊരു 9:30 to 1:30 ആണ്. ഞാൻ റെഗുലർ ബാച്ച് ആയിരുന്നു ജാമ്യയിൽ. അപ്പൊ 9:30 to 1:30 ആണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക ഫ്രം മൺഡേ ടു ഫ്രൈഡേ. സോ ഞാൻ ഇവിടെ വന്ന സമയത്ത് വാട്ട് ഐ തോട്ട് വാസ് ദാറ്റ് LLB ആണ്, ഇറ്റ്സ് എ 5-year കോഴ്സ് ആൻഡ് ഐ കെയിം ജസ്റ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ 12th. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ എനർജീസും ഒക്കെ ഉണ്ട്. അപ്പം അക്കാദമിക്സ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐ തോട്ട് വാട്ട് ഇസ് ഓക്കെ 5 വർഷം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾക്ക് ഇവിടെ കുറെ ടൈം ഉണ്ട്, അപ്പം ലെറ്റ്സ് എൻജോയ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് എന്നൊക്കെ ഉള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഞാൻ. ബിക്കോസ് ഇപ്പൊ LLBയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ ലീഗൽ സബ്ജക്ട്സ് കുറവാണ്. വി ഹാവ് സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചും കൂടെ സബ്ജക്ട്സ് ആയിട്ട് വരിക. ഒരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഒരു 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ മുതലൊക്കെയാണ് നമുക്ക് ലീഗൽ സബ്ജക്ട്സ്, കോർ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ടാവാം. അപ്പൊ കൂടുതലും വാട്ട് വി ഡൺ ഇസ് റോമിങ് അറൗണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിരുന്നത് വി റോം അറൗണ്ട് ഇൻ ഡൽഹി ഓൺലി. ഡൽഹിയിലെ പുതിയ സ്ഥലങ്ങൾ കാണുക, ഫുഡ് സ്പോട്സ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു.
പതിയെ പതിയെ ദാറ്റ് റോമിങ് അറൌണ്ട് ഇൻ ഡൽഹി എന്നുള്ളത് മാറിയിട്ട് കുറച്ചും കൂടെ ഡൽഹിക്ക് ചുറ്റുള്ള സ്ഥലങ്ങൾ പോവാൻ തുടങ്ങി. ലൈക്ക് ആദ്യം നമുക്ക് ലൈക്ക് എപ്പോഴാണോ വെക്കേഷൻ ലീവ് ഉള്ള സമയങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്, കുറച്ചും കൂടെ ക്ലാസ് 2 ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ലൈക്ക് ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ ലീവ് എടുത്ത് അപ്പോൾ ഒരു 5 days ആവും, അങ്ങനെയൊക്കെ പോവാൻ തുടങ്ങി. പിന്നെ വി ഹാവ് വെക്കേഷൻസ് ആൻഡ് ഓൾ ഇൻ ജാമിയ. ലൈക്ക് ഭയങ്കര ടഫ് ഷെഡ്യൂൾ ഒന്നും അല്ല. പിന്നെ ഫസൽക്ക് പറഞ്ഞിരുന്നു നമുക്ക് അറ്റൻഡൻസ്, അപ്പൊ ഭയങ്കര ടൈറ്റ് ഒന്നും അല്ല. നമ്മൾക്ക് വിചാരിച്ചാൽ ഇപ്പൊ 75 എത്തിക്കാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. ഐ എം നോട്ട് ലൈക്ക് ഇൻസ്പയറിങ് യു ഗൈസ് ടു കട്ട് ദ ക്ലാസ്സസ് ആൻഡ് റോമിങ് അറൌണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ ആ സമയത്ത് നമ്മളുടെ ആ ഒരു ഇതില് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യും ഇടയ്ക്ക്, എന്നിട്ട് അങ്ങനെ ലൈക്ക് നമ്മൾ എവിടെ യാത്ര പോവാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാവണം മേ ബി ഇങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ജാമ്യയിൽ CA സമരം വരുന്നത്. സോ ഫ്രം ദാറ്റ് ലൈക്ക് തേർഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് നമുക്ക് സമരമായിട്ടും അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ വാസ് നോട്ട് റെഗുലർ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ആ മാർച്ചിലാണ് കൊറോണ വരുന്നത്. അപ്പൊ ഫ്രം ലൈക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയർ വി ഗോട്ട് ഓൺലൈൻ ക്ലാസ്, ഫിഫ്ത്ത് ഇയറിലാണ് പിന്നെ അത് ഓഫ്ലൈനിലേക്ക് റിവേർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ പോയ യാത്രകൾ കയ്യിലുണ്ട്, പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉള്ളത്. സോ മൈ ഫ്രണ്ട് ലൈക്ക് ജസ്റ്റ് ആസ്ക് മീ ദാറ്റ് കുറച്ച് യാത്രകളൊക്കെ പോയില്ലേ, എന്തായാലും കൊറോണ ഒക്കെ ആയിട്ട് വെറുതെ ഇരിക്കല്ലേ, ലൈക്ക് വൈ ഡോണ്ട് യു ട്രൈ ടു റൈറ്റ് എ ബുക്ക്, ലൈക്ക് യു റൈറ്റ് ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ഓൾസോ എന്തുകൊണ്ടൊരു പുസ്തകം പോലെ എഴുതിക്കൂടാ, ലൈക്ക് ആഫ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് ട്രൈ പബ്ലിഷിങ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് പുസ്തകം എഴുതി തുടങ്ങുന്നത്. ആദ്യത്തെ പുസ്തകം ഇറ്റ് വാസ് എ ട്രാവലോഗ്. അപ്പൊ ഇതൊരു 6 months എടുത്ത് കൊറോണ പീരിയഡിൽ തന്നെയാണ് എഴുതുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെയും ഒരു 1 year ഒക്കെ എടുത്ത് 2021 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് അതൊരു പബ്ലിഷർക്ക് കൊടുക്കുന്നതും. പിന്നെ ഒരു 2022 August 6 ഫസ്റ്റ് ബുക്ക് റിലീസ് ആവുന്നത്. സോളിറ്റാർഡ് ബുക്സ് ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തിരുന്നത്. So it was a travelogue based on like 10 journeys I like went when I was in Delhi in first and second year of my like Jamia days. അത് അങ്ങനെ പോയി. Then after that ഇപ്പോഴാണ് സെക്കൻഡ് ബുക്ക് എഴുതുന്നത്. Like it got published in last month only, I think in November 2023 it got published. So that is a novel. അതിന്റെ പശ്ചാത്തലം ഡൽഹിയാണ്. So this is a small journey about this book and all. So ഞാൻ എപ്പോഴും എന്നോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡൽഹിയിൽ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജാമ്യ പോലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ യാത്രകൾ പോവാൻ പറ്റിയതും അതുവഴി ഒരു പുസ്തകം എഴുതാൻ പറ്റിയതും ആ പുസ്തകത്തിന് കിട്ടിയ റെസ്പോൺസ് കൊണ്ട് അടുത്ത പുസ്തകം എഴുതാൻ പറ്റി എന്നുള്ളതൊക്കെ. സോ ബേസിക്കലി എല്ലാത്തിന്റെ ബേസിസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ദ എക്സ്പോഷർ പ്ലസ് ദ ഫ്രീഡം ദാറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഗേവ് us is like different. എപ്പോഴും നമ്മൾ ഒരു നാട്ടിലൊരു കോളേജിൽ പഠിക്കുമ്പം മോസ്റ്റ് ഓഫ് ദ കോളേജസ്, എല്ലാ കോളേജുകളും അല്ല പറയുന്നത്, പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ്, ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്, ബട്ട് ഞാൻ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് വാട്ട് ഐ ലൈക്ക് ഗെറ്റ് ടു നോ ഇസ് ദാറ്റ് നമ്മളെ ഒരു കോളേജിൽ പഠിക്കുമ്പോഴും ലൈക്ക് ദേ ട്രീറ്റ് us ലൈക്ക് ചിൽഡ്രൻ. നമ്മൾ അപ്പോഴും ഒരു സ്കൂൾ ഗോയിങ് കുട്ടികളായിട്ടാണ് ദേ ട്രീറ്റ് us. ലൈക്ക് ടീച്ചേഴ്സ് ആയാലും ഹോസ്റ്റലിലെ വാർഡൻസ് ആയാലും പ്രൊഫസേഴ്സ് ആയാലും അവരെപ്പോഴും നമ്മളെ സർവൈലൻസിൽ വെച്ചുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആരോടാ സംസാരിക്കുന്നത്, വാട്ട് വി ആർ ലൈക്ക് ഗോയിങ് ത്രൂ ആൻഡ് എവറിത്തിങ്. പക്ഷെ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വി ഹാവ് ദാറ്റ് ഫ്രീഡം. ലൈക്ക് ദേ ട്രീറ്റ് us ലൈക്ക് അഡൽട്സ്. നമ്മൾ അഡൽട്സ് ആണ്. വി ഹാവ് ദാറ്റ് ലൈക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ദേ യൂസ് ടു ട്രീറ്റ് us. സോ ആ ഫ്രീഡം ഏത് രീതിയിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈദർ യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഇൻ ദ റൈറ്റ് വേ ഓർ ഇൻ ദ റോങ് വേ. ലൈക്ക് ദാറ്റ് ഈസ് യുവർ തിങ് ടു ഡു. അപ്പോൾ എനിക്ക് ആ ഫ്രീഡം കിട്ടിയപ്പോൾ വാട്ട് ഐ ഡൺ വാസ് ലൈക്ക് ഐ യൂസ് ടു ട്രാവൽ ബിക്കോസ് ഐ ലവ് ടു ട്രാവൽ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് അക്കാഡമിക്സ്. ഒബ്വിയസ്ലി ഞാൻ ഇവിടെ വന്നത് പഠിക്കാനാണ്, അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് എടുത്തത്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ പ്രൊഫഷണൽ കോഴ്സ് ഇറ്റ് സെൽഫ്.
അപ്പൊ അത് ഞാൻ ചൂസ് ചെയ്തത് ബിക്കോസ് ഐ വാണ്ടഡ് ടു ലൈക്ക് എനിക്ക് ആ ഒരു കരിയർ ഇതിൽ പോണം എന്നുള്ളത് കൊണ്ടാണെന്നുള്ള ബോധ്യം അപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഐ വെന്റ് ത്രൂ ദാറ്റ് 23 പാസ് ഔട്ട് ആയി. ലൈക്ക് അപ്പൊ തന്നെ ലൈക്ക് എൻറോൾമെന്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു ചാമ്പറിൽ ജോയിൻ ചെയ്തു ആൻഡ് ഐ എം വർക്കിംഗ്. സോ എപ്പോഴും നമുക്കിങ്ങനെ ഫീൽ ചെയ്യും വൺസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ എത്ര വട്ടം വിചാരിച്ചിട്ടുണ്ട് LLB എൻ്റെ റൈറ്റ് പാത്ത് ആണോ, അല്ലെങ്കിൽ ഞാൻ അത് ക്വിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ടു മൈ പാഷൻ ആയാലോ എന്നൊക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പവർ ദാറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ദാറ്റ് ജോബ് ഗിവ് മീ ഇസ് ലൈക്ക് ഇസ് ഡിഫറെന്റ്. നമ്മൾ വേറെ എന്ത് ചെയ്യുമ്പോഴും ഇഫ് വി ഹാവ് ദാറ്റ് ലൈക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ആരോട് പറയുകയാണെങ്കിലും ലൈക്ക് ഐ കംപ്ലീറ്റഡ് മൈ LLB ഫ്രം ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദാറ്റ് പവർ, ലൈക്ക് ഐ ഹാവ് ദാറ്റ് റെക്കഗ്നിഷൻ. സോ ദാറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. അപ്പോ നമുക്ക് എപ്പോഴും ജാമ്യ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് തരുന്ന എക്സ്പോഷർ ഇൻ അക്കാദമിക് വേ ലൈക്ക് ഇൻ അതർ വേസ്, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ പെർസ്യൂ ചെയ്യാനൊക്കെ അത് തരുന്ന ഒരു സ്പേസ് സംതിങ് ഡിഫറെന്റ്. ലൈക്ക് നമ്മൾക്ക് ഒരു നാട്ടിലെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് കോളേജ് തരുന്നതിനേക്കാൾ ഫാർ ഫാർ ഡിഫറെന്റ് ആണത്. സോ ഐ തിങ്ക് ലൈക്ക് നിങ്ങൾക്ക് അക്കാദമിക്സിലോ നിങ്ങളുടെ പാഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പോഷർ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് പാത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് കുറച്ചും കൂടെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ വേണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിനായാലും നിങ്ങളുടെ കരിയർ ഗ്രോത്തിനായാലും നിങ്ങളുടെ പാഷൻ പെർസ്യൂ ചെയ്യാനാണെങ്കിലും whatever it is, like it will help you a lot എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഐ തിങ്ക് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് മോർ ടു സേ ബിക്കോസ് എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മുടെ അക്കാദമിക് സാധനങ്ങൾ ഓൾറെഡി ലൈക്ക് ഓൾ ദ സ്പീക്കേഴ്സ് ഹാവ് ടോൾഡ് യു ഇൻ ലൈക്ക് ദേ ഹാവ് ഗിവ് എ വെരി ഗുഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ്. സോ ഞാൻ എൻ്റെ ഒരു ജേർണി പറയാണ് ദാറ്റ് ലൈക്ക് ഓരോ ആളുകളുടെയും പാഷൻ ലൈക്ക് വാട്ട് ദേ വാണ്ട് ടു പെർസ്യൂ വുഡ് ബി ഡിഫറെന്റ്. സോ ദാറ്റ് യു ഹാവ് ടു ഡിസൈഡ് എന്നുള്ളതാണ്. സോ ഐ ജസ്റ്റ് ടോൾഡ് മീ ലൈക്ക് ഐ ജസ്റ്റ് ടോൾഡ് മൈൻ ആൻഡ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ വാട്ട് യു ഫീൽ ടു ഡു ദാറ്റ്. ഐ തിങ്ക് ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ഡു സംതിങ് new, like central universities like might help you a lot in pursuing your things and all. So I think that's it. I just took only 10 minutes, I think 15 is what came for me, but it's already, I think mine is the last session and already it's 9. So I don't have more to say. Like if you have any doubts, like let's clear in the next session maybe. Thank you. Thank you, ma'am. Thank you so much for your valuable words and your valuable time. The session was amazing and inspirational. It was so nice. And once again, thank you for all the scholars who talked here. The oral session today was amazing, and thank you, Faisal sir. Thank you, Kabir sir. Thank you, Aslam sir. Thank you, Arif sir, and Husna ma'am and Abrida ma'am. Thank you so much for this wonderful session. And thank you, students who cooperated till the time. And once again, thank you so much on behalf of Mentor and all the students. Thank you so much. And here's a gentle reminder. നാളെ അറിയുന്നുണ്ടാവും, നാളെ ഏജു കോൺക്ലേവ് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ 3rd day സെഷൻ ആണ്. 3ാമത്തെ ദിവസത്തില് ഉള്ളതെന്താ വെച്ചാല് വൺസ് ഡ്രീമേഴ്സ് നൗ ദ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞ സെഷൻ ആണ്. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെയും റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോ സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ ഒരു സെഷൻ ആയിരിക്കും. ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി സോ മച്ച് ഹെൽപ്ഫുൾ ടു ഓൾ യു പീപ്പിൾ. ആൻഡ് അപ്പൊ നാളെ വീണ്ടും കാണാം. ആൻഡ് ടുമോറോ സെഷൻ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സെഷൻ ആയതുകൊണ്ട് തന്നെ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ആൻഡ് എക്സൈറ്റിംഗ് ടു യു. സോ ദാറ്റ് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് വരും നാളെ. അപ്പോൾ വീണ്ടും നാളെ കാണാം.
Until then, bye bye. Thank you so much. Thank you all. Thank you everyone. Thank you so much.